എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബർ 7-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കും. പൊതുവെ പരീക്ഷയിൽ SCERTയുടെ പ്രാധാന്യം കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടാലന്റ് അറിവിടം എന്ന് പറയുന്ന പേരിൽ സോഷ്യൽ സയൻസിനും സയൻസിനുമായിട്ട് 2 ടെക്സ്റ്റുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. അപ്പോൾ അതിലെ പാർട്ട് 1 എന്ന് പറയുന്നത് 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും പാർട്ട് 2-ൽ 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ചാപ്റ്റർ കവർ ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അത് മാത്രമല്ല ടീച്ചർ ടെക്സ്റ്റ് ഫാക്റ്റുകളും ലേണിംഗ് നോ ഫാക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ബാങ്കും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ പുസ്തകം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പുസ്തകം പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com സന്ദർശിക്കുക. ഈ വർഷം അവസാനം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ബെവ്കോ LDC. നമുക്കറിയാം കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിലധികം ബോണസ് കിട്ടിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു കാലത്തും നഷ്ടം വരാൻ സാധ്യത ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതൽ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങാം. അപ്പോൾ ടാലന്റ് ബെവ്കോ LDCക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ എടുക്കാനുമായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കാണും, അതൊന്ന് ഫില്ല് ചെയ്താലും മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 2026 ഏഷ്യൻ ഗെയിംസിന്റെ ഇന്ത്യൻ ചെഫ് ഡി മിഷൻ ആരാണ്? അപ്പോൾ നമ്മുടെ 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ചെഫ് ഡി മിഷൻ എന്ന് പറയുന്നത്. സോ 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യയുടെ ചെഫ് ഡി മിഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹദേവ് യാദവ് ആണ്. ആരാണ്? സഹദേവ് യാദവ് ആണ്. വളരെ കൃത്യമായിട്ട് ഒരു പേര് ഓർത്തു വയ്ക്കുക. നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ട്രഷറർ ആണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന സഹദേവ് യാദവ്. ഇനി ഇദ്ദേഹം മാത്രമല്ല, നമ്മുടെ ഡെപ്യൂട്ടി ചെഫ് ഡി മിഷൻ കൂടിയുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് അചാന്ത ശരത് കമലാണ്. ഈ പേരെല്ലാവർക്കും അറിയാം അല്ലേ? അതായത് ടേബിൾ ടെന്നീസ് താരമാണ് ആരെന്ന് പറയുന്നത്? അചാന്ത ശരത് കമൽ. സോ അദ്ദേഹമാണ് ഡെപ്യൂട്ടി ചെഫ് ഡി മിഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐച്ചി നഗോയ. അപ്പോൾ ജപ്പാനിലെ ഐച്ചി നഗോയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഏഷ്യൻ ഗെയിംസ് നടക്കുക. സോ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്. അതായത് പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത സേനാ മേധാവി. അപ്പോൾ എന്താണ് പാകിസ്ഥാന്റെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആരാണ്? അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആര് എന്നുള്ളതാണ്. അത് അസീം മുനീർ. അപ്പോൾ പാകിസ്ഥാന്റെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന് പറയുന്നത് അസീം മുനീർ ആണ്. കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ ഇവിടെ പാകിസ്ഥാനെ പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംയുക്ത സേനാ മേധാവി അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനിൽ ചൗഹാൻ. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സംയുക്ത സേനാ മേധാവി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അനിൽ ചൗഹാൻ ആണ്. വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ അനിൽ ചൗഹാൻ രണ്ടാമത്തെ ആളാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ CDS അഥവാ ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിപിൻ റാവത്ത് ആണ്. കൃത്യമായിട്ട് ഈ ഒരു പേരെന്ന് ഓർത്തു വയ്ക്കുക. ഈ ബിപിൻ റാവത്ത് ആണ് കുന്നൂർ അപകടത്തിൽ എന്ത് ചെയ്ത് അന്തരിച്ചത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓൾറെഡി തന്നെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലേ? 9, 11 തീയതികളിൽ ഇലക്ഷൻ നടക്കുന്നു. 13-ാം തീയതി വോട്ടെണ്ണലാണ്. ദെൻ അതിന്റെ ബാലറ്റ് ലേബലിന്റെ കളർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് പഞ്ചായത്തിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ, നഗരസഭ എന്നിവകളിൽ വെള്ള നിറത്തിലുള്ള ബാലറ്റ് ലേബലാണ്. ദെൻ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് നിറമാണ്. ദെൻ ജില്ലാ പഞ്ചായത്തിൽ ഏത് ലേബലാണ്? ഇളനീല നിറമാണെന്ന് പറഞ്ഞു. ദെൻ എഗെയിൻ നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് പറയാൻ പോകുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. നമുക്കറിയാം അല്ലേ? നോട്ട നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ നോട്ടയ്ക്കൊക്കെ എന്താണ് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് നൺ ഓഫ് ദ എബോ എന്നുള്ളതാണ്. തന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ വോട്ട് ചെയ്യാനുള്ളതാണ് എന്തെന്ന് പറയുന്നത്? നോട്ട എന്ന് പറയുന്നത്. സോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. പകരം എൻഡ് ബട്ടൺ ആണുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ എന്ത് ചെയ്യുക? എൻഡ് ബട്ടൺ അമർത്തുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 വോട്ടുകളാണുള്ളത്. ഈ 3-ൽ ആർക്കും താല്പര്യം, ഈ 3 തലത്തിലും വോട്ടിടാൻ താല്പര്യമില്ല എങ്കിൽ എൻഡ് ബട്ടൺ അമർത്തുക. ഇനി അതല്ല പഞ്ചായത്തിലോ ജില്ലയിലോ അല്ലെങ്കിൽ എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിലോ ആർക്കെങ്കിലും വോട്ടിടണം എന്നുണ്ടെങ്കിൽ ആ ഒരു വോട്ട് മാത്രം ഇട്ടതിന് ശേഷം എന്ത് ചെയ്താൽ മതി? എൻഡ് ബട്ടൺ അമർത്തിയാൽ മതി. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സോ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കഴിഞ്ഞ നിയമസഭയിലായാലും ലോക്സഭയിലായാലും ഒക്കെ തന്നെ
തന്നെ ഈ നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും നോക്കി വെക്കാൻ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു നോട്ട ഉൾപ്പെടുത്തിയത് ഏത് തെരഞ്ഞെടുപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആദ്യമായിട്ട് കേരളത്തിൽ നോട്ട ഉൾപ്പെടുത്തുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ മുൻപ് ചർച്ചയിലുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ സമാധാന നൊബേലിന് വേണ്ടിയിട്ട് ട്രംപിനെ പരിഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല, ട്രംപിന് അവാർഡ് കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ട്രംപിന് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സമാധാന പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. അതായത് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ആർക്ക് കിട്ടിയിരിക്കുന്നു, ഡൊണാൾഡ് ട്രംപിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം 2025 എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. അത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇദ്ദേഹം എന്താണ്, അന്താരാഷ്ട്ര സമാധാനത്തിന് വേണ്ടിയുള്ള ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന് എന്ത് ചെയ്തത്, ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നൽകിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്, ജിയാനി ഇൻഫാന്റിനോ. ആരാണ്, ജിയാനി ഇൻഫാന്റിനോയാണ് നിലവിലെ ഫിഫ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് നമുക്ക് നോക്കാനുള്ളത് റിസർവ് ബാങ്കിന്റെ റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതിനു മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 5.50% ഇതിന് മുൻപുള്ള റിസർവ് ബാങ്കിന്റെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് കുറച്ചിരിക്കുന്നു. അതായത് ഇപ്പോൾ 5.25% മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ റിസർവ് ബാങ്കിന്റെ പുതിയ റിപ്പോ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.25%. എന്തായാലും റിസർവ് ബാങ്ക് പറഞ്ഞല്ലേ, ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്, സഞ്ജയ് മൽഹോത്ര അല്ലെ. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, 2025 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേര് സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യൻ. അപ്പോൾ നമ്മുടെ എന്താണ് 2025 ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗൂഗിൾ ചെയ്ത ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശി. കൃത്യമായിട്ട് ഓർക്കുക, വൈഭവ് സൂര്യവംശിയാണ്. ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ. IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം, IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതുപോലെ തന്നെ ഇന്ത്യൻ അണ്ടർ-19 ടീമിന് വേണ്ടിയിട്ട് സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, സയ്യിദ് മുഷ്താഖിലെ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL ലേലത്തിൽ ഒരു ടീമിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ എന്തുണ്ടായിരുന്നു, വൈഭവ് സൂര്യവംശിക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകളൊക്കെ 2025 ഉള്ളത് കൊണ്ട് തന്നെയാണ് 2025 ഏറ്റവും കൂടുതൽ പേര് ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത ഇന്ത്യൻ എന്ന് പറയുന്നത് ആരാണ്, വൈഭവ് സൂര്യവംശിയാണ്. അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് ഒരു വേദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, എന്താണ് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചു അല്ലെ. വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാർഷിക ഉച്ചകോടി പങ്കെടുക്കാനാണ്. അപ്പോൾ 2025 നടന്നത് 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ്. അതിന്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ 2024 നടന്നത് 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. അപ്പോൾ അതിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോസ്കോയാണ് കേട്ടോ, മോസ്കോയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക. അപ്പോൾ 2025 നടന്നത് 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. വേദി എന്ന് പറയുന്നത് എവിടെയാണ്, ന്യൂഡൽഹിയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, ആ ഒരു ഈവന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ആ ഈവന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കി തന്നെ പോവാം. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് യൂണിവേഴ്സിറ്റിയാണ്, ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ആരാണ്, ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ വെച്ചാണ്. എവിടെയാണ്, രാജസ്ഥാനിൽ വെച്ചാണ് ഈ പറയുന്ന 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖമ്മ ഖാനി എന്ന് പറയുന്ന 2 ഒട്ടകങ്ങളായിരുന്നു അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ദെൻ ഇവിടെ മെഡൽ ടേബിളിന്റെ കാര്യം പറഞ്ഞു, ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് ഒന്നാമത്. ദെൻ സെക്കൻഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആണ്. ദെൻ അതേപോലെ തേർഡ് എന്ന് പറയുന്നത് ഗുരു നാനാക്ക് ദേവ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ഒരു താരം വിരമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2025 ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആര് എന്നാണ്. അത് മോഹിത് ശർമ്മ. ആരാണ്, മോഹിത് ശർമ്മയാണ്. കൃത്യമായിട്ട് ഈ ഒരു പേര് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCRT ഫാക്ടുകളും ഒക്കെ ഉൾപ്പെടുത്തി സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkera.com എന്നിവയിലൊക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ്.
അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12-ാം തീയതി, ഈ വരുന്ന 2025 ഡിസംബർ 12-ാം തീയതി രാവിലെ 10 മണി മുതൽ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര ബ്രാഞ്ചിൽ വെച്ചാണ്. സോ ടാലന്റിന്റെ സ്റ്റുഡൻസിന് മാത്രമല്ല, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതൊരു ഫ്രീ വർക്ക്ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്നവരെല്ലാം തന്നെ മാക്സിമം പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് 2 നിയമനങ്ങൾ. അതിൽ ആദ്യത്തേത് 2026 ഏഷ്യൻ ഗെയിംസിന്റെ ഇന്ത്യൻ ചെഫ് ഡി മിഷനെ പരിചയപ്പെട്ടു. ആരാണ്? സഹദേവി യാദവ് ആണ്. ഇനി ഡെപ്യൂട്ടി ചെഫ് ഡി മിഷൻ ആണെങ്കിൽ ആരാണ്? അചാന്ത ശരത് കമൽ. അതിനുശേഷം പറഞ്ഞു പാകിസ്ഥാന്റെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി അല്ലെ, ആരാണ്? അസീം മുനീർ. ആരാണ്? അസീം മുനീർ ആണ്. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം പറഞ്ഞത് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ആണ്. ഇപ്പോൾ 2025 ഫിഫ എന്ത് ചെയ്യുന്നത്? ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം പ്രഖ്യാപിച്ചത്. അതിനുശേഷം റിസർവ് ബാങ്കിന്റെ പുതിയ റിപ്പോ റേറ്റിനെ പറ്റി പറഞ്ഞു. എത്രയാണ്? 5.25 ആണ്. മുൻപ് 5.50 ആയിരുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു 0.25 കുറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞത് 2025 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത ഇന്ത്യക്കാരൻ ആരെന്ന് പറഞ്ഞു. അത് വൈഭവ് സൂര്യവംശിയാണ്. അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത്. അതായത് 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി 2025 നടന്നു. അപ്പോൾ അതിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ്. കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതായത് 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു. അതിനുശേഷം 2025 ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച മോഹിത് ശർമ്മയെ പറ്റി പറഞ്ഞു. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കർഷക ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് റൈത്തന്ന മീ കോസം എന്ന് പറയുന്ന സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, മൈക്കൽ ആഞ്ചലോ ഡോം എന്ന് പറയുന്ന പേരിൽ AI അധിഷ്ഠിത പ്രതിരോധ കവചം അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഇറ്റലി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ വ്യക്തി ആര് എന്നാണ് ചോദ്യം. അപ്പോൾ സൊണാലി സെൻഗുപ്ത, ഉഷ ജാനകിരാമൻ, സഞ്ജയ് കുമാർ, സഞ്ജയ് മൽഹോത്ര. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഉഷ ജാനകിരാമൻ ആരാണ്? ഉഷ ജാനകിരാമനാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഏകവറിന്റെ 14ാമത് പതിപ്പിന് വേദിയായത് എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ശരി ഉത്തരം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും. 2025 ഡിസംബർ 7-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.